ശ്രേഷ്ഠ നാമത്തിന് സ്തുതി ഉണ്ടാകട്ടെ. നമ്മൾ വായിച്ചു കേട്ടു, ഞാൻ സകലജടത്തിന്റെയും ദൈവമായ കർത്താവാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ ധാരാളം കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ തന്നെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ വെളിച്ചം ഉണ്ടാകുകയാണ്. സ്തോത്രം. അതുപോലെ ഈ ലോകത്തിലെ സകലത്തെയും ദൈവം സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട് മനുഷ്യന് ആവശ്യമായ സകലത്തെയും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ 6-ാം ദിവസം തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കി. അവന്റെ മൂക്കിൽ ജീവശ്വാസം മോദി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. മനുഷ്യൻ ലോകത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവർക്ക് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല എന്ന ആ പ്രത്യേക പ്ലാൻ അനുസരിച്ച് തന്നെ സ്തോത്രം വളരെ ഫലപുഷ്ടമായ ഒരു തോട്ടത്തിന് അകത്താണ് ദൈവം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ഈ വൈകാല സമയത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്കൊരു കുറവും ഉണ്ടാകാൻ പാടില്ലെന്നാണ് 2025 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരിയുടെ ഗൊൽഗോഥായിൽ സ്തോത്രം 2 കള്ളന്മാരുടെ മധ്യത്തിൽ നമ്മുടെ ശാപത്തെ ഏറ്റു, നമ്മുടെ പാപത്തെ ഏറ്റു, നമ്മുടെ എല്ലാ ലംഘനങ്ങളെ വഹിച്ചുകൊണ്ട് സ്തോത്രം ആ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ തൂങ്ങുവാൻ കാരണം നാം സന്തോഷമായി തീരുവാൻ, നമ്മുടെ ദുഃഖങ്ങളെ ഏറ്റുകൊണ്ട്, നമ്മുടെ ഭാരങ്ങളെ ഏറ്റുകൊണ്ട്, നമ്മുടെ പ്രയാസങ്ങൾ ഏറ്റുകൊണ്ട് ഒരു നിമിഷം പോലും നമ്മൾ ദുഃഖിച്ചിരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നതേയില്ല. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം ഈ വൈകാല സമയത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ സ്തോത്രം, നിങ്ങൾ ചിന്തിക്കും, എന്റെ ആ മകന്റെ വിഷയം, എന്റെ മകളുടെ വിഷയം, എന്റെ മകന്റേതായ ഭാവി, മക്കളുടെ വിദ്യാഭ്യാസം, എന്റെ ശുശ്രൂഷ, എന്റെ അതേ ചർച്ച എങ്ങനെയായി തീരും എന്നുള്ള ഒരു ചിന്തയിലായിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാൻ കഴിയുന്നത് സ്തോത്രം, ദൈവത്താൽ കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞാൻ പ്രായമായിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഒത്തിരി ബലഹീനതയിലാണ്. എന്നാൽ വചനം പറയുന്നു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഇന്ന് നിങ്ങൾ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ 1 പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്, പലപ്പോഴും പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. ഈ സൃഷ്ടിയെ നോക്കുക. വചനത്തിൽ പറയുന്നു, 19-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ, ആകാശം അവന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. സ്തോത്രം. അത്രയും വലിയ അത്ഭുതങ്ങളെ ചെയ്ത ഒരു ദൈവം ഒരിക്കൽ സ്തോത്രം ക്രിസ്തുവിനെ ഈ ലോകത്തിൽ കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, അദ്ദേഹം സ്തോത്രം ഒരു വിശുദ്ധ കുടുംബത്തിൽ ജനിക്കണമെന്ന് ചിന്തിച്ചിട്ട് വിഗ്രഹാരാധിയായി സ്തോത്രം ദൈവത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ദൈവ ശബ്ദം കേട്ടിട്ടില്ലാത്തതായ അബ്രഹാം എന്ന ഒരു വ്യക്തിയെ ദൈവം വിളിച്ചതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അദ്ദേഹത്തെ വിളിച്ചിട്ട് ദൈവം പറയുകയാണ്, സ്തോത്രം, നിന്റെ ചാർച്ചക്കാരെയും നിന്റെ വൃദ്ധഭവനത്തെയും സകലത്തെയും വിട്ടിറങ്ങുക. ഇതാണ് സ്തോത്രം. 75-ാമത്തെ വയസ്സിൽ സ്തോത്രം അബ്രഹാമിനെ വിളിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അദ്ദേഹത്തിന് ഒരുപക്ഷെ പ്രായത്തിന്റെ ബലഹീനത ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ ബലഹീനത ഒക്കെ മാറിയിട്ട് താൻ കുടുംബമായി ദൈവ സന്നിധിയിൽ സ്തോത്രം ദൈവ ശബ്ദം കേട്ടിട്ട് ദൈവം കാണിക്കുന്ന ദേശത്തിലേക്ക് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കാരണം എന്റെ വിഷയത്തിന്റെ അല്ലെങ്കിൽ അതേ ഹെഡിങ് എന്ന് പറഞ്ഞാൽ സ്തോത്രം, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? 75-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടിറങ്ങി. പിന്നെ അദ്ദേഹത്തെ കൊണ്ട് എന്താണോ ചെയ്യാന്നുള്ളത് നാം ചിന്തിക്കാൻ ബലഹീനനാണ്, ശക്തി ഇല്ലാത്തവനാണ്. സ്തോത്രം. എന്നെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിവില്ല. ഞാൻ പറയുന്നു, നമ്മുടെ കഴിവുകളാണ് ദൈവത്തിന്റെ ശക്തി പകരുന്നത്. ഹല്ലേലൂയ. നിന്റെ ബലഹീനതയിൽ കർത്താവിന്റെ ബലം തികഞ്ഞു വരും. അബ്രഹാം ഒന്നും ചിന്തിച്ചില്ല, പുറകിലോട്ട് ചിന്തിച്ചില്ല, താൻ മുൻപോട്ട് ചിന്തിച്ചു. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് കരുതി തന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച്, തന്റെ പിതാവിനെയും ചേർത്ത് പിടിച്ച് ദൈവം കാണിക്കാനുള്ള ദേശത്തേക്ക് കടന്നുപോയി. ദൈവമക്കളെ പലപ്പോഴും എന്തുകൊണ്ട്
അനുഗ്രഹങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ സ്തോത്രം, ദൈവത്തിന്റെ കുറവല്ല, നമ്മുടെ കുറവാണ്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം വിടേണ്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വിടുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അബ്രഹാം സകലത്തെയും വിട്ടിറങ്ങിയപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം കൂടെ ഇറങ്ങി. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സ്തോത്രം, ദൈവത്തിന്റെ ശബ്ദം കേട്ട് നിങ്ങൾ കൂടെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാമായി തീർന്ന നമ്മുടെ കർത്താവ് നിങ്ങളോട് കൂടെ ഇറങ്ങും. ഹല്ലേലൂയ. തന്റെ പിതാവ് വഴിയിൽ വെച്ച് മരിക്കുന്നു. 9 സ്ഥലങ്ങളിൽ കൂടാരം മാറ്റി അടിച്ചു. അവിടെയൊക്കെ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഭവനം ഒരു യാഗപീഠമായി തീരണം. ഹല്ലേലൂയ. യാഗപീഠം എന്തിനെ വെളിപ്പെടുത്തുന്നു? ആരാധന വെളിപ്പെടുത്തുകയാണ്. സന്ധ്യയ്ക്ക് പ്രാർത്ഥനയുണ്ടാകണം, പ്രഭാതത്തിൽ പ്രാർത്ഥനയുണ്ടാകണം. സ്തോത്രം, വിഷമിച്ച് ക്ഷീണിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്ന അനുഭവമില്ല. എന്ത് തന്നെ ഉണ്ടാകലും പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥ, നമുക്ക് നമ്മുടെ കുടുംബമുണ്ടായിരിക്കാം, കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം. പലപ്പോഴും നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഒറ്റപ്പെടുവാൻ കാരണം പലപ്പോഴും പ്രാർത്ഥനയുടെ കുറവാണ്. സ്തോത്രം, പ്രാർത്ഥിച്ചു നോക്കുക. സ്തോത്രം, ഒരു വ്യക്തി ഉള്ളതുപോലെ യേശു കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ സ്തോത്രം 9 സ്ഥലങ്ങളിൽ കൂടാരം മാറ്റി അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ താൻ ചോദിക്കുന്നതായ ഒരു കാര്യമുണ്ട്: ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭവനത്തിന് വേണ്ടിയായിരിക്കാം പ്രാർത്ഥിക്കുന്നത്, ഒരു അനുഗ്രഹത്തിന് വേണ്ടിയായി പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം, ശുശ്രൂഷകരായ ഞങ്ങൾ സ്തോത്രം അനേക ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും അതിന് ആൻസർ കിട്ടാതെ പോയാലും സ്തോത്രം, എന്തെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ജീവിതകാലത്തിൽ മറുപടി നിങ്ങൾ പ്രാപിക്കും. ഹല്ലേലൂയ. നിങ്ങളെ ഭയക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്ക് വേണ്ടി ദൈവം അടയാളങ്ങൾ ചെയ്യും.